എൻ്റെ ഒരു അഭിപ്രായത്തിൽ സംസ്ഥാന നേതൃത്വം മാറുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഒരറിവ് എന്താണ്? ആ ബി ജെ പി എന്ന പാർട്ടിക്കകത്ത് എത്ര ഗ്രൂപ്പുകളാണുള്ളത്? അതിപ്പോൾ പി കെ കൃഷ്ണദാസ് വിഭാഗം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്, ശ്രീധരൻ പിള്ളയുടെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പണ്ട് മുകുന്ദൻ പക്ഷം എന്ന് പറഞ്ഞിട്ടൊരു പക്ഷമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പല പല ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കുന്ന ശോഭാ സുരേന്ദ്രൻ വേറൊരു വഴിക്ക് സഞ്ചരിക്കുന്നു. ഈ രീതിയിൽ ഒരു ഐക്യമില്ലായ്മ അഥവാ പരസ്പരം മുഖാമുഖം നിൽക്കുന്ന ഗ്രൂപ്പുകളുടെ ഒരു സംഘാതമായിട്ടാണ് പലപ്പോഴും ബി ജെ പി കേരള നേതൃത്വത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിൽ ഇനിയിപ്പോൾ ഒരു പുതിയ നേതൃത്വത്തെ ഇവിടെ നിന്ന് തന്നെ കണ്ടെത്തുകയാണെങ്കിലും സ്ഥിതിയിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഈ പറഞ്ഞ കണക്ക് പഴയ വീഞ്ഞ് പുതിയ കുപ്പി എന്നൊരു സാഹചര്യം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കേരളത്തിൽ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു സംസ്ഥാന നേതൃത്വത്തെ പുതുതായി ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വെച്ച് ഏതെങ്കിലും ഒരാളെ അതിൽ നിന്ന് എടുത്ത് ഇനിയും പ്രസിഡന്റ് ആക്കിയാൽ ഇവിടുത്തെ സംഘടനയുടെ മുന്നോട്ടുള്ള പോക്കിനെ, അല്ലെങ്കിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം വിഭാവന ചെയ്യുന്ന രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് എത്രത്തോളം കഴിയുമെന്നുള്ളതാണല്ലോ ബി ജെ പി ഇപ്പം ദേശീയ നേതാക്കൾക്ക് ഒരു ആശങ്കയുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജെ പി നഡ്ഡ അടക്കമുള്ള ആളുകൾ മാറാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന തലത്തിലൊക്കെ മാറ്റം വരുന്നത്. അങ്ങനെ മാറ്റം വരുമ്പോൾ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് വെച്ചിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരാണ് ആലോചിച്ചത് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് അദ്ദേഹം സമ്മതിക്കുമോ എന്ന് അറിയില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ കേവലം 16,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അദ്ദേഹം അവിടെ തോറ്റുപോയത്. രാജീവ് ചന്ദ്രശേഖർ അവിടെ മികച്ച രീതിയിലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിട്ടുണ്ട്. ഇപ്പം നേമത്തും വട്ടിയൂർക്കാവിലും അതേപോലെ തന്നെ കഴക്കൂട്ടത്തും ഒന്നാം സ്ഥാനത്താണ്, നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് രാജീവ് ചന്ദ്രശേഖർ അന്ന് വന്നത്. അവർ പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, തിരുവനന്തപുരത്ത് കൂടി ഒന്നാം സ്ഥാനത്ത് വരും എന്നായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് ശശി തരൂരാണ് ലീഡ് ചെയ്തത്. അപ്പം തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ അവർക്കൊരു തിരിച്ചടി ഉണ്ടായതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അന്ന് തോറ്റത് എന്നൊരു വിലയിരുത്തൽ ആ പാർട്ടിക്ക് തന്നെയുണ്ട്. അപ്പോൾ ഒരു മികച്ച പെർഫോമറായിട്ട് രാജീവ് ചന്ദ്രശേഖർ വരുന്നു. ഇത്തരത്തിലുള്ള ചില ബി ജെ പിയുടെ പരീക്ഷണങ്ങൾ കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ ശ്രീധരനെ പോലൊരു നേതാവിനെ ഒരാളെ കൊണ്ടുവന്ന്, ഒരു ടെക്നോക്രാറ്റിനെ കൊണ്ടുവന്ന് പാലക്കാട് അത്ഭുതം കാണിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ. 3000-ലേക്കാണ് ഷാഫി പറമ്പലിൻ്റെ ഈ പറയുന്ന ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവരാൻ ശ്രീധരന് കഴിഞ്ഞത്. സുരേഷ് ഗോപി തൃശ്ശൂരിലെ ഒരു ഗംഭീര പരീക്ഷണമല്ലേ. സുരേഷ് ഗോപിയുടെ ഒരു കൾട്ട് കൂടിയുണ്ട്. ആ കൾട്ട് കൂടി ചേർന്നിട്ടാണല്ലോ ആ വിജയം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ മോഡിയുടെയും അമിത്ഷായുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം കേരളത്തിൽ വരികയും തിരുവനന്തപുരത്ത് മത്സരിക്കുകയൊക്കെ ചെയ്തത്. അദ്ദേഹം മത്സരിക്കുകയും ജയിച്ചില്ലായിരുന്നെങ്കിൽ കൂടി മന്ത്രിസ്ഥാനത്ത് തുടരുമായിരുന്നു. എപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്നുവെങ്കിൽ നിശ്ചയമായും രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ ഒരു മുന്നണി സർക്കാരാണ് ഉണ്ടായത്. പിന്നെ സുരേഷ് ഗോപി മാത്രമാണ് ഇവിടുന്ന് വിജയിച്ചത് എന്നുള്ളതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണം. ആ സുരേഷ് ഗോപിയുടെ വിജയം ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ സമവാക്യമുണ്ടല്ലോ, അത് ഈ ഹിന്ദു ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളുടെ ഒരു ഐക്യപ്പെടലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വന്നിരുന്നു. അതൊക്കെ കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന് മന്ത്രിസ്ഥാനം കിട്ടായിരുന്നു. അന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം കിട്ടായിരുന്ന ദിവസം തന്നെ എക്സിൽ കുറിച്ചല്ലോ, അല്ലേ, ഞാൻ എൻ്റെ പൊതുജീവിതം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് പിന്നീട് പിൻവലിക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പം ഏതായാലും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ വന്നാൽ ഉള്ളൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്, ഇപ്പോൾ ഈ 30 ജില്ലകളായിട്ടൊക്കെ ഓർഗനൈസേഷനെ തിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് അതിനെ പ്രവർത്തനക്ഷമമാക്കാൻ ഗുണപ്പെടും. പക്ഷേ ഈ എങ്ങനെയാണ് ഒരു പാർട്ടി വളരുന്നത്? പുതിയ പുതിയ വിഭാഗങ്ങളെ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയും വിധം പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് പാർട്ടി വളരുക. നമ്മളിപ്പം പാർട്ടിയുടെ ബ്ലോക്ക്, പാർട്ടിയുടെ മണ്ഡലം, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഈ രീതിയിൽ അതിനെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് മാത്രം പാർട്ടി വളരുകയില്ല. പാർട്ടി നല്ല പ്രവർത്തനക്ഷമമായൊരു പാർട്ടിയായിരിക്കും. പക്ഷേ പാർട്ടിക്ക് വളരണമെങ്കിൽ പുതിയ പുതിയ വിഭാഗങ്ങൾ ആ പാർട്ടിയിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ പാർട്ടിയോട് താല്പര്യത്തിൽ അതുമായി അണിചേരുകയും ചെയ്യണം. അങ്ങനെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് കഴിയും. അതൊരു നല്ല പരീക്ഷണമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന ടെക്നോക്രാറ്റുകൾക്കിടയിൽ വലിയ ബന്ധമാണുള്ളത്. അതേപോലെ തന്നെ യുവാക്കൾക്കിടയിൽ ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലൊക്കെ ഉള്ളൊരു നേതൃത്വമായി മാറാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയും. അത് മാത്രവുമല്ല, കേരളത്തിൽ ഇപ്പോഴുള്ള ഈ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു നേതൃത്വം വന്നാൽ ഒരു പക്ഷേ എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട് ഐക്യപ്പെടാനും സാധിച്ചു എന്ന് വരും. കാരണം 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രോജക്റ്റാണ് ബി ജെ പിക്കുള്ളത്. ആ പ്രോജക്റ്റ് കേരളത്തിൽ അവർ പലതരത്തിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് പോയിട്ടുണ്ട്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗുണപ്പെടുത്തിയെടുക്കണമെങ്കിൽ നിലവിലുള്ള നേതൃത്വത്തിലെ തന്നെ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു സമവായ രീതിയിൽ കൊണ്ടുവരുന്നതുകൊണ്ട് എത്രത്തോളം പ്രയോജനം ഉണ്ടാകും എന്നുള്ള ആശങ്ക ദേശീയ നേതൃത്വത്തിലുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരിങ്ങനൊരു മാറ്റം ആലോചിക്കുന്നത്. അത്തരത്തിലൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നേതൃമാറ്റം ആവശ്യമായൊരു പാർട്ടി തന്നെയാണ് ഇപ്പോൾ. അത് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു നേതാവാണ് വരുന്നതെങ്കിൽ അത് ബി ജെ പിക്ക് സംസ്ഥാനത്ത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. Meet the editors.